ആലപ്പുഴ കളർകോട് തൂക്കുകുളത്തുള്ള ക്ഷീരകർഷകനായ ബിജുവും ഭാര്യ നിഷയും ജീവനോപാധിയായി സ്വീകരിച്ചത് കുടുംബത്തിൽ താൻ കണ്ടുവളർന്ന പശു വളർത്തൽ തന്നെയാണ്. ബിജുവിന് മറ്റു തൊഴിലുകൾ ഒന്നും അറിഞ്ഞുകൂടാ. ക്ഷീരകർഷകനായ ബിജുവിനെ വിവാഹം ചെയ്ത് ഈ വീട്ടിലേക്ക് വന്ന നിഷ എന്ന പെൺകുട്ടിക്കും പശു വളർത്തൽ ഇഷ്ട തൊഴിലായി മാറി. ബിജുവിന്റെ ഒരു ദിവസത്തെ ജോലികൾ തുടങ്ങുന്നത് വെളുപ്പിന് 3 മണിക്കാണ്. പശുവിന് പുല്ലും വെള്ളവും കൊടുക്കലും കുളിപ്പിക്കലും തൊഴുത്ത് വൃത്തിയാക്കലും പാല് കറവയും എല്ലാമായി ആ ചെറുപ്പക്കാരൻ തിരക്കോട് തിരക്കാണ്. സന്തത സഹചാരിയായി ഭാര്യ നിഷയും കൂടെയുണ്ട്. കറന്നു കിട്ടിയ പാൽ ആവശ്യക്കാരുടെ വീടുകളിൽ എത്തിക്കാനും സൊസൈറ്റിയിൽ കൊടുക്കാനുമൊക്കെ നിഷയുടെ സഹായം കൂടിയേ തീരൂ. കുട്ടനാട് FM 90.0 സ്റ്റുഡിയോയിൽ ഇന്ന് എത്തിയിട്ടുള്ളത് പശു കർഷകനായ ബിജുവും ഭാര്യ നിഷയുമാണ്. നമുക്ക് കേൾക്കാം അവരുടെ വിശേഷങ്ങൾ. ബിജുമോന് 7 പശുക്കളും 4 കിടാരിയും ഉണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? എന്തൊക്കെയാണ് എന്ന് തുടങ്ങിയതാണ് ബിജുമോൻ ഈ പശു കൃഷി? ബിജുമോനെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ ശ്രോതാക്കളെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങിക്കോ. എവിടെയാണ് വീട്, എന്താണ്, ആരൊക്കെ ഉണ്ട് വീട്ടിലെന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങിക്കോ. എന്റെ വീട് ആലപ്പുഴ കളർകോട് തൂക്കുളത്താണ്. അച്ഛനും അമ്മയും 4 സഹോദരങ്ങളാണ് എനിക്കുള്ളത്. നിഷയാണ്. നിഷം നമ്മുടെ പശുവിന്റെ സഹായിയായിട്ട് വരും, അല്ലെ? ബാക്കി ചെയ്യുന്നതെല്ലാം ബിജു ആണ്. 7 പശു 4 കിടാരികളുണ്ട്. എന്ത് തരം പശുവാണ്? നാടനാണോ? അല്ല, സങ്കരന്. ജേഴ്സി ഉണ്ട്, ജേഴ്സി ഉണ്ട്, സിസ്ട്രോൺ ഉണ്ട്, പിന്നെ ഈ HF എല്ലാം വിദേശികളാണ്. അതെ. പാല് കൂടുതൽ കിട്ടുന്നത് കൊണ്ടാണോ? പാല് കൂടുതൽ കിട്ടുന്നതാണ്. നാടന് പാല് കുറവല്ലേ? കുറവാണ്. എന്നാലും ഒരു നാടനെ വളർത്തിക്കൂടെ? ചാണകവും പിന്നെ ഈ വിദേശ പശുക്കൾക്ക് കുറച്ച് ശ്രദ്ധ കൂടുതൽ വേണ്ട. അതെ അതെ അതെ. രോഗം പ്രതിരോധ ശേഷി കുറവാണ്. പിന്നെ എപ്പോഴും ഇതിന് പുല്ലും തീറ്റയൊക്കെ നമ്മൾ കൊടുക്കണം. അതെ. പോയി മേയുന്നത് കുറവാണ്, വാങ്ങിക്കുകയാണ് കൂടുതല്. അല്ല, നമുക്ക് കൊണ്ടുപോകാൻ സ്ഥലമൊന്നുമില്ല. പാടം അടുത്തില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഹൈവേക്ക് അപ്പുറം പോകുമായിരുന്നു. ഇപ്പൊ വാഹനത്തിന്റെ തിരക്ക് കാരണം അപ്പുറത്തോട്ട് പോകുന്നില്ല. പിന്നെ തൊഴുത്തിൽ തന്നെ കെട്ടിയിട്ടേക്കാണ്. പിന്നെ വെളിയിലേക്ക് ഇറക്കും, എന്നാലും ഒത്തിരി സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു ദിവസം എങ്ങനെയാണ് ബിജുവിന്റെ തുടങ്ങും? ബിജുവിന്റെ നിഷയുടെ ദിവസം എങ്ങനെയാണ്? അപ്പൊ സ്റ്റുഡിയോയില് നിഷയും എത്തിയിട്ടുണ്ട്, ബിജുവിന്റെ ഒപ്പം നിഷയും എത്തിയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് തുടങ്ങുന്നത് ദിവസം? രാവിലെ 3:30 ആകുമ്പോ എണീക്കും രണ്ടുപേരും. ഞാൻ മാത്രം. അത് കഴിഞ്ഞ് 5:30 ആവും നിഷ എണീക്കും. ഞാൻ എണീറ്റ് ചാണകമാരി തൊഴുത്ത് കഴുകി എല്ലാം കറന്നു കഴിയുമ്പോഴാണ് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ രണ്ടുപേരും കൂടെ തൊഴുത്തി കയറാറുള്ളൂ. നേരത്തെ കയറുമായിരുന്നു, പിന്നെ എനിക്ക് അത് പറ്റാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ കയറാറില്ല. എന്റെ ശരീരസ്ഥ മോശമായപ്പോൾ അങ്ങനെ കയറാറില്ല. പിന്നെ പാല് കൊടുക്കാൻ പോകുന്നതൊക്കെ ഞാനാണ്. ചില്ലറ വീടുകളിൽ കൊടുക്കാൻ പോകുന്നതും സംഘത്തിൽ കൊടുക്കാൻ പോകുന്നതും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചില്ലറ വീടുകളിൽ ഞാൻ വെളുപ്പിനെ ഞാൻ ഒറ്റയ്ക്ക് പോകും, പിന്നെ രണ്ടുപേരും കൂടെ പോകുന്നു. സംഘത്തിൽ പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ. സംഘം അടുത്ത് തന്നെയാണോ? ഞാൻ അവിടെ ജോലിയും ചെയ്യുന്നുണ്ട്. പിന്നെ എത്ര ലിറ്റർ പാല് കിട്ടും? ഇപ്പൊ ശരാശരി 60 ലിറ്റർ പാല് രാവിലെ കിട്ടും. അത് 40 ലിറ്ററാണ് പുറത്ത് പോകും വീടുകളിൽ. ബാക്കി 20 ലിറ്ററാണ് സംഘത്തിൽ കൊടുക്കുന്നത്. അതിന്റേതായ പാരിതോഷികങ്ങളൊക്കെ കാലിത്തീറ്റ ഫ്രീ സബ്സിഡി ഒക്കെ കിട്ടും. ഇപ്പൊ അങ്ങനെ കൊടുക്കാറ് നമ്മള് വീടുകളിൽ കൊടുത്തയച്ചാണ് കൊടുക്കുന്നത്. സംഘത്തിൽ കൊടുക്കുന്നത് നമുക്ക് പ്രയോജനമെല്ലാം തോന്നിട്ടാണോ? പുറത്ത് കൊടുക്കുന്ന വില കിട്ടത്തില്ല. അതാണ് മെയിൻ. തീറ്റയായിട്ട് ഇപ്പോഴത്തെ തീറ്റയുടെ വിലയും സംഘത്തിലെ പാല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അത് തന്നെയാണ് നമ്മുടെ മെയിൻ കാരണം. നേരത്തെ ഒക്കെ വാടക സംഘത്തിന്റെ മെയിൻ ആയിട്ട് വിചേട്ടന്റെ അമ്മയെന്നാണ് അമ്മയുടെ പേര്. അമ്മയും ഇവര് 3 സഹോദരങ്ങളും കൂടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അമ്മയ്ക്ക് വയ്യാതെ പ്രായമൊക്കെ ആയപ്പോ അമ്മ മാറി. പിന്നെ മൂത്ത ചേട്ടനും ഫുള്ളായി, ഇവര് രണ്ടുപേരും കൂടായി. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ ഞാൻ അവിടുന്ന് താമസം മാറിപ്പോയി. കുറച്ചുകൂടെ പടിഞ്ഞോട്ട് മാറിയ ചേട്ടൻ താമസിക്കുന്നത്. അപ്പം ചേട്ടന് വീട്ടിൽ പശുവുണ്ട്, ചെറിയ രീതിയിലൊക്കെ 1-2 ചേട്ടനുള്ളൂ. അപ്പൊ കുഴപ്പമില്ല. പിന്നെ പുള്ളിയാണ് കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. ഞങ്ങൾക്ക് പിന്നെ ഉച്ചയ്ക്കുണ്ട് വീടുകളിൽ 2 നേരത്തെയും കൂടുതലും ഞങ്ങള്
വീടുകളിലാണ് കൊടുക്കുന്നത്. ഈ 2 നേരം കൂടെയാണോ 60 ലിറ്റർ? അല്ല, രാവിലെ മാത്രം. അതിൽ 40 ലിറ്ററോളം ഞങ്ങള് ലോക്കൽ വീടുകളിൽ. പിന്നെ ഒരുപാട് പേരുണ്ട് പരിസരത്തുനിന്ന് വന്ന് വാങ്ങിക്കുന്നവരുണ്ട്, അങ്ങനെയുണ്ട് ഞങ്ങൾക്ക്. പിന്നെ അതുകൊണ്ട് കൊണ്ട് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. സംഘത്തിൽ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ഇല്ലെന്നല്ല, നമുക്ക് അത്ര റേറ്റ് കിട്ടില്ല. അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സഹായം, പശുവിനെ വാങ്ങാൻ ഏതെങ്കിലും ഒരു പദ്ധതിയിൽ പെടുത്തിയിട്ടാണോ ഈ പശുവിനെ വാങ്ങിയിട്ടുള്ളത്? അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, 5 പശു 2 പശു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ടല്ലോ, അതിലൊക്കെ ഉണ്ടോ? അത് ഒരു പശുവിന്റെ കിട്ടിയിട്ടുണ്ട്, ഒരു പശുവിന്റെ അതേ കിട്ടിയിട്ടുള്ളു. അതെല്ലേ. അപ്പൊ അങ്ങനെ അത് നമ്മൾ അപേക്ഷിക്കണോ? അത് MSDP എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്, ക്ഷീരവികസന വകുപ്പിന്റെ, അതിൽ അപേക്ഷിക്കണം. അപ്പൊ ഒരു പശുവിന്റെ കിട്ടിയുള്ളൂ. നിങ്ങക്ക് 7 പശു ഉണ്ടല്ലോ. നേരത്തെ നേരത്തെ 10-20 എണ്ണം ഉണ്ടായിരുന്നു. നേരത്തെ സ്ഥല സൗകര്യം കുറഞ്ഞപ്പോ വീടുകൾ വെച്ചു. പിന്നെ ഞങ്ങൾക്ക് കുളമ്പ് രോഗം വന്ന സമയത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് മരുന്ന് കൊടുത്ത് 2-3 അറ്റാക്ക് ഒക്കെ പോലെ വന്ന് അങ്ങനെയൊക്കെ പശു. പിന്നെ അങ്ങനെ തന്നെ 4 കറവ പശു ഒരുപോലെ തന്നെ ഒന്നത്രാടം ഒക്കെ ആയിട്ട്. അത് അറ്റാക്ക് ആയിരിക്കില്ലല്ലോ, അത് എന്തെങ്കിലും അസുഖമാണോ? 4 പശുവിന് ഒരുമിച്ച് അറ്റാക്ക് വരും ഒരെണ്ണത്തിന്. അങ്ങനെ പിന്നെ വേറെ കുളമ്പ് രോഗം വന്നു കഴിഞ്ഞ് മെഡിസിനൊക്കെ ചെയ്ത് എല്ലാം പനിയൊക്കെ മാറി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആ മെഡിസിൻ്റെതും പിന്നെ അതിന്റെ ശരീരാവസ്ഥ മോശം. വിദേശ പശു പെട്ടെന്ന് ചിലപ്പോ ഈ മരുന്ന് ചെയ്തതിന്റെയും കൂടെ പുള്ളിക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടല്ലോ. പോസ്റ്റ്മോർട്ടത്തില് അപ്പൊ നമ്മള് ഒന്നും 3 കിടാരികൾ വലുതായിരുന്നു. കിടാരികൾ 3 പിന്നെ 4 കറവ പശു. എന്നായിരുന്നു അത്? 2021. അത്രയും ലക്ഷങ്ങളും മുതലും എല്ലാരും വന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് വന്ന് എല്ലാരും വന്ന് നോക്കിയിട്ട് സംഘം വഴി ഞങ്ങൾക്ക് ഒരു പശുവിനെ അതിനുശേഷം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സംഘം വഴി ഏതോ ധനസഹായത്തിന്റെ എന്തോ അത് ഞങ്ങളുടെ സംഘത്തിലെ പ്രസിഡന്റ് ഇടപെട്ട് വേണു എന്ന് പറഞ്ഞൊരു പ്രസിഡന്റ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം സംഘത്തിന്റെ പ്രസിഡന്റും അന്ന് ഇരുന്ന സെക്രട്ടറിയും പ്രസിഡന്റും കൂടെ അന്ന് വേണുവും പ്രസിഡന്റ് വേണു സെക്രട്ടറി സീത അവർ 2 പേരും കൂടെ മുൻകൈ എടുത്താണ് ഞങ്ങൾക്കൊരു കറവ പശുവിന് അതേ ഉള്ളൂ. ഒരു പശു അത്രേ ഉള്ളൂ. അതിനുശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല, കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. നന്നായിട്ട് വരട്ടെ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ തീറ്റക്രമം? എങ്ങനെയാണ്? ഏകദേശം 2 ചാക്ക് തീറ്റ വേണം, 2 നേരം കൂടെ. 2 ചാക്ക് തീറ്റ ഒരു ദിവസം 2 നേരം കൊടുക്കും. പിന്നെ പുല്ല് കച്ചി കൂടുതലും വൈക്കോലാണ്. വൈക്കോലും കൊടുക്കും, 2 ചാക്ക് 1.5 ചാക്ക് തീറ്റയും കൊടുക്കും. പിന്നെ അല്ലാതെ പിന്നെ പുല്ല്, പച്ചപ്പുല്ല് നമ്മുടെ നേരത്തെയൊക്കെ എന്ന് പറയുമ്പോൾ പറമ്പില് വെച്ച് പിടിപ്പിക്കുമായിരുന്നു. പിന്നെ ഇപ്പൊ തൊഴിലുറപ്പുകാരുടെ അതില് ഉൾപ്പെടുത്തി നമ്മൾ പാലോട് വെച്ച് പിടിപ്പിക്കുന്നു. നിങ്ങള് പുല്ലും ചെത്തും. അതിന്റെ അകത്ത് മൊത്തത്തിൽ നമ്മൾ പുല്ല് വെച്ചിട്ടുണ്ട്. ആ പുല്ല് നമ്മൾ ചെത്തും. അത് നമ്മുടെ കുറച്ച് പടിഞ്ഞോട്ട് മാറി. പിന്നെ വേറെ അപ്പൊ ഈ വേനൽക്കാലം ആകുമ്പം പുല്ലിന്റെ ലഭ്യത കുറവല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ ഈ കിഴക്കുന്ന ഈ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി വാങ്ങിച്ച് അങ്ങനെ എടുക്കും. പുല്ല് വാങ്ങിച്ചു പാടത്തുനിന്നൊക്കെ. അപ്പൊ കൊണ്ടുപോകാൻ പറ്റണല്ലോ ഇപ്പൊ ഈ റോഡ് വന്നതിൽ. പിന്നെ മറ്റേ കുളത്തേക്ക് അഴിച്ച് കെട്ടുമായിരുന്നു. അപ്പൊ ഉച്ചക്ക് കറവ സമയത്ത് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റണില്ല. കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു 3 പേരുമാണ് അന്ന് മരിച്ചത്. പിന്നെ നമ്മള് കൊണ്ടുപോകാനുള്ള ഒരു പേടി, ഈ റോഡ് ക്രോസ് ചെയ്ത് വലിയ ബുദ്ധിമുട്ടാണ്. എങ്ങാനും ഒന്ന് കയ്യിൽ നിന്ന് വിട്ടുപോയാൽ അതുകൊണ്ട് വല്ല വണ്ടിയൊക്കെ ഒരുപാട് വരുന്ന റോഡാണ്, ഹൈവേ അല്ലേ. ഇതിന്റെ തീറ്റയ്ക്ക് അത് പ്രശ്നമാവും അല്ലേ? തീറ്റ നമ്മള് കൂടുതലും ലോക്കല് കൊടുക്കുന്നു, വീടുകളിൽ കൊടുക്കുന്നു. അല്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. പിന്നെ അപ്പൊ ഒരുപാട് നമ്മൾ പശുവിനെ നഷ്ടപ്പെട്ടവർക്കൊക്കെ ഒരുപാട് ആനുകൂല്യം കൊടുത്തതായിട്ട് നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ഇപ്പം ക്ഷീര മേഖലയിൽ ഒരുപാട് കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു ഒരു ദിവസം ഒരു വരുമാനം ഏകദേശം ഒരു കണക്ക് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? പശു വളർത്താൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒരു പ്രചോദനം ആട്ടെ എന്ന് വിചാരിച്ചിട്ട് ചോദിക്കുന്നതാണ്. 1000 രൂപയെങ്കിലും ഒരു ദിവസം കിട്ടും. ഞങ്ങള് 9-10 മണിയാവും. പിന്നെ ഞങ്ങൾ വീണ്ടും 3:30 എണീക്കണം. ഒരു യുദ്ധം തുടങ്ങി തന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. അപ്പം അന്ന് മുതൽ കാണുന്നതാണ്. അപ്പൊ അതിനു മുമ്പും ബിജു ചെയ്യുന്നുണ്ട്, ചെറുപ്പം തൊട്ട് ചെയ്യുന്നതാണ്. ഞാൻ വന്നപ്പോഴും ഒക്കെ ചേട്ടനും അമ്മയുണ്ട്. അത് തന്നെയാണ് അമ്മയ്ക്ക് വയ്യാതെ വന്ന് അമ്മ മാറി. അമ്മ ഇത്രയും വർഷം എന്റെ കൂടെ നടന്നു.
അമ്മേനെ ഒരു പ്രാവശ്യം തൊഴുത്തി കയറിയപ്പം ഒരു ഗ്രാവ് ഇടിച്ച് മറിച്ചിട്ടതിൽ പിന്നെ അമ്മയ്ക്ക് പേടിയാ തൊഴുത്തി കയറാൻ. അതിനുള്ള ആരോഗ്യമില്ല. അതും ആ പശു ഇടിച്ച് മറിച്ചിടുന്ന അന്ന് രാവിലെ വരെയും തൊഴുത്തിൽ നിങ്ങളെ. അപ്പൊ ആ പശുക്കളൊക്കെ നിന്ന് ആ തൊഴുത്താണോ അന്നേരം വേറെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ പൊളിഞ്ഞ് കിടക്കുന്ന അവിടെ തൊഴുത്തുണ്ടായിരുന്നു. അവിടെ കൂടുതൽ എരുമയായിരുന്നെന്നാണ് അമ്മയൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ. അപ്പൊ പശു കർഷകനാവുമ്പം ഇത്രയും നാള് പരിചയമുള്ളത് കൊണ്ട് ഒരു സ്ഥലത്ത് പോയി അവരെങ്ങനെയാണ് വളർത്തുന്നത് എന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അറിയാം എല്ലാ കാര്യങ്ങളും അല്ലേ. പക്ഷെ നമ്മള് പലയിടത്തും വിജയഗാഥയിൽ വിജയിച്ചവരുടെ കഥകൾ പറയുമ്പോ കേൾക്കുന്നത് പശുവിനെ വളർത്തി അവർക്ക് ഭയങ്കര ലാഭമാണെന്നാണ്. നമുക്ക് ചിലപ്പോ അവർക്ക് അതിന്റേതായ സാഹചര്യം കാണും. അത് അവിടെ അവർക്ക് സ്ഥലമൊക്കെ ആ ഏരിയയാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ റോഡിന്റെ സൈഡിലോട് ചേർന്ന് കിടക്കുന്ന ഒത്തിരി പരിമിതികളുണ്ട്. റോഡ് ചാണാനാണേലും നമ്മൾ അതിന്റേതായ രീതിയിലൊക്കെ സംസ്കരിക്കണം. അങ്ങനെയാണ് ഞങ്ങൾക്ക് പഞ്ചായത്ത് ഇടപെട്ട് ചാണാത്തൊട്ടി കെട്ടിയത്. ഒരുപാട് വെല്ലുവിളികളെ നേരിട്ടിട്ടാണ് നമ്മള്. പിന്നെ അതിന്റെ ഇടയ്ക്കും ഞങ്ങൾക്ക് വേറൊരു ജീവിത മാർഗമില്ല. ഇത് മാത്രമാണ് നമ്മുടെ ജീവിതമാർഗം. വേറെ ഒന്നുമില്ല. ഞാൻ സംഘത്തില് താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഞങ്ങൾ 4 പേരുണ്ട്. അപ്പം ഒരു മാസം ഇടവിട്ട് അങ്ങനെയാണ് ഞങ്ങൾ 4 പേര്. അതിന്റെ സബിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതേ ഉള്ളൂ. അപ്പൊ അത് 4-ാം മാസം കുടുംബശ്രീയിലൊക്കെ ഉണ്ട്. ഇത് ഏത് പഞ്ചായത്താ? പുന്നപ്ര. പിന്നെ കിസാൻ ക്രെഡിറ്റ് അതുണ്ടോ? അത് നോക്കിയോ? കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉണ്ടോന്ന് നോക്കിയില്ല. അതായത് ഫെബ്രുവരി 15 വരെ അപേക്ഷിക്കാം. അതൊന്ന് അന്വേഷിച്ചു. മൃഗാശുപത്രിയില്, നമ്മുടെ മുനിസിപ്പാലിറ്റികളിലും, വെറ്റിനറി ഡിസ്പെൻസറിയിലും, ഹോസ്പിറ്റലിലും, ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിലും എല്ലാം അപേക്ഷ നൽകാം. അപേക്ഷ ഫോറം മൃഗാശുപത്രിയിൽ ലഭിക്കും എന്നാണ് പറഞ്ഞത്. അതൊരെണ്ണം എടുത്തു വെച്ചേക്കും. ഇല്ലെങ്കിൽ അത് എടുത്തു വെക്കും. ഇപ്പൊ സമയമുണ്ട്, 15-ാം തീയതി വരെ സമയമുണ്ട്, അടുത്ത വ്യാഴാഴ്ച വരെ സമയമുണ്ട് കേട്ടോ. ഇൻഷുറൻസ് ഉണ്ടോ? ഇൻഷുറൻസ് ഉണ്ട്. സബ്സിഡി ഇല്ലാത്തതുകൊണ്ട് വലിയ പാട് ഇൻഷുർ ചെയ്യാൻ മൊത്തം തുക അടയ്ക്കണം. മറ്റേത് നേരത്തെ സബ്സിഡി ഉണ്ടായിരുന്നു. പഞ്ചായത്തിന്റെ പകുതി പൈസ നമ്മൾ ഇട്ടാൽ മതിയായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ലെന്നാണ്. ഇപ്പൊ ഇൻഷുറൻസ് ആണ് ഇല്ലാത്ത, അതാണ് വലിയ ബുദ്ധിമുട്ട്. ഇൻഷുറൻസ് ഇല്ല അല്ലേ? ഞങ്ങൾ കുറച്ച് പേര് ചെയ്തിട്ടുണ്ട്. അല്ല, ഈ തുക കൂടുതൽ അടയ്ക്കണം. തുക ഫുള്ള് അടയ്ക്കണം, സബ്സിഡി ഇല്ല അല്ലേ? അതൊരു ബുദ്ധിമുട്ട്. അല്ലാതെ ഇൻഷുറൻസ് അടയ്ക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പ് വഴിയല്ലേ? നമ്മള് തന്നെ ഡോക്ടറെ വിളിച്ച് സ്വന്തമായിട്ട് ചെയ്യിച്ച് അവിടെ കൊണ്ട് ആശുപത്രി ചോദിക്കാൻ പറയും, ഒന്നും ഒരു ഇതുമില്ലെന്ന് പറയും. മെമ്പറോട് സംസാരിക്കുന്നതാണ്. സമയമില്ല. നിങ്ങളുടെ സമയപരിമിതിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനി കൂടുതൽ പശുക്കളെ വാങ്ങണം അങ്ങനെ ഉണ്ടോ? വാങ്ങണമെന്നുണ്ട്. പക്ഷേ ഈ കൂടുതലായിട്ട് ഞങ്ങളുടെ സ്ഥല സൗകര്യത്തിന്റെ പ്രശ്നമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമുണ്ട് വലിയൊരു രീതിയിൽ വളർത്തണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിനായിട്ട് കഷ്ടപ്പെടാൻ ഞങ്ങൾ രണ്ടുപേരും തയ്യാറാണ്. സമയവുമുണ്ട്. സമയം ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനും നിങ്ങൾ പോകുന്നില്ല. ബിജു ആണെങ്കിൽ ഫുൾ ടൈം ഇതിന്റെ കൂടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുന്നുണ്ടെങ്കിൽ അത് നിഷ മാത്രമേ പോകുന്നുള്ളൂ. ഞാൻ മാത്രമേ പോകാറുള്ളൂ. ഏത് ഫംഗ്ഷനും ഇപ്പം എന്റെ വീട്ടിലായാലും വിചേട്ടന്റെ കുടുംബത്തിന്റെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വിചേട്ടൻ പോകാൻ ടൈമില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ പിള്ളേരെക്കാൾ കഷ്ടമാണല്ലേ ഈ പശുക്കൾ എന്ന് പറയുന്നത്, മൃഗങ്ങൾ എന്ന് പറയുന്നത് പിള്ളേരെക്കാൾ കഷ്ടമാണ്. അതുപോലെ നമ്മൾ നോക്കണം. എനിക്ക് തോന്നുന്നു ഈ ദേശ പശുക്കളുടെ ഒരു പ്രത്യേകത തന്നെ അതാണ്. മനുഷ്യരെ പോലെയാണ് അവര്. ടൈമിനനുസരിച്ച് ഭക്ഷണം കൊടുക്കണം. എന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയപ്പോ തന്നെ അന്ന് ശരിക്കും ഞങ്ങൾ പെട്ടുപോയി. വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റത്തില്ല. അതിന്റെ തീറ്റയൊക്കെ നമ്മള് ഒരേ ലെവലിൽ കൊടുക്കുന്നതൊക്കെ പുള്ളിക്കെല്ലാം അറിയത്തുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്തു? ഞങ്ങള് ഓടി വന്നു. പിറ്റേ ദിവസം വന്നപ്പോഴത്തേക്ക് അവര് അവശതയായിപ്പോയി. പിറ്റേ ദിവസം ഇച്ചിരി വയ്യാതെയൊക്കെ വന്നു. ആ ടൈമില് വെള്ളം കൊടുക്കാതെ ഏക്കത്തില്ല ഈ തൊഴില്. പിന്നെ ഇതിനൊക്കെ ബുദ്ധിമുട്ടല്ലേ, അതിന്റെ വെള്ളം കൊടുക്കല്, ചാണാൻ പഠിക്കല് ഒക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ആരും അങ്ങനെ ഏക്കാറില്ല. ഈ 3:30 എന്നേക്കുന്ന ആള് 11:30-12 മണിയാകുമ്പോഴാണ് കാപ്പുടിക്കാൻ കയറുന്നത്. അതുവരെ തൊഴുത്തും ഈ തൊഴുത്തില് ചാണാൻ പടി കച്ചിടുന്നതിന് മുമ്പായിട്ട് ഒരു കുളിക്കും. ഇപ്പത്തെ ചൂട് അതല്ല. പിന്നെ അതിൻ്റെതായ ആ കൊച്ചു കിടാക്കളുടെ കൂടെയുള്ള നടപ്പും പിന്നെ അതുങ്ങളുടെ പരിപാലനം എല്ലാം കഴിയുമ്പോ 11:30 മാക്സിമം. ഇന്ന് ഞങ്ങൾ ഓടിപ്പിടിച്ചെത്തിച്ചതാ. ഇനി ചെന്നിട്ട് അടുത്ത ട്രിപ്പിലേക്ക് ചെയ്യണം. ഇതിന് കുളിപ്പിക്കല് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇവര് 2 ട്രിപ്പ് കുളിപ്പിക്കണം. ചൂടല്ലേ, ചൂട് ഭയങ്കരം. ഈ ചാക്കൊക്കെ നനച്ചിടണം എന്നൊക്കെ. അതിന് പിന്നെ കറുത്ത പശുക്കളും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അങ്ങനെ നമ്മൾ അതനുസരിച്ച് കുളിപ്പിച്ച് ഇടയ്ക്ക് വെള്ളം കോരി ഒഴിച്ചു. ഈ പഴയ തൊഴുത്തായത് കൊണ്ടാണ് ഫാനൊന്നും വെക്കുക. അല്ലെങ്കിൽ ആൾക്കാർ ഫാനൊക്കെ വെക്കും എന്ന് പറയുന്ന കേൾക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് വയറിങ്ങൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ അത് ഇലക്ട്രിസിറ്റി വന്ന് നോക്കിയപ്പം അവര് തരത്തില്ല. തൊഴുത്ത്
ഇതിനകത്തൊന്നും സാധിക്കത്തില്ല. അങ്ങനെ അല്ല നമ്മൾ വീട്ടിൽ നിന്ന് വലിയ ലെങ്ത് ഉള്ള വയറ് വെച്ചിട്ട് അങ്ങനെ കണക്ട് ചെയ്തൊന്നും പറ്റില്ല പറഞ്ഞത്. പിന്നെ നമുക്ക് വലുതായിട്ട് ചെയ്യണമെന്നുണ്ട്. അതിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ ഈ ബ്ലോക്കിലോ പഞ്ചായത്തിലോ ഒക്കെ? അങ്ങനെ എന്തെങ്കിലും ഈ നമുക്ക് സ്ഥലമില്ലാത്തതാണ് ഒരു മെയിൻ പ്രശ്നം. നമുക്ക് അത്രയും സ്ഥല സൗകര്യം ഇല്ലല്ലോ. അത്രയും നമ്മൾ നീട്ടി വളർത്തണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന്റേതായ ഒരു സ്ഥലം സൗകര്യം നമുക്ക് വേണം. നീളത്തിലാണ് നീളമാണ്. അപ്പൊ പകുതി ഭാഗം ചേട്ടന്റെ പറമ്പിൽ, പകുതി ഭാഗം ഞങ്ങളുടെ പറമ്പിൽ. അതിനവർക്ക് പ്രശ്നമൊന്നും ഇല്ലേ? ഇല്ല ഇതുവരെ അങ്ങനെ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്, ജീവിതമാർഗമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അല്ലേ? അവരങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ പശുക്കളുടെ ഒരു രീതി ഒന്ന് പറയാമോ? ഈ ഡെയിലി കുളിപ്പിക്കണം, പിന്നെ കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കണം, പിന്നെ എന്തൊക്കെയാണ്? 3 നേരം ഡെയിലി കുളിപ്പിക്കണം എന്ന് പറയുന്നത്. ഭക്ഷണം രാവിലെ കാലത്തിട്ട് കൊടുക്കും, അത് കഴിയുമ്പോൾ പുല്ല് കൊടുക്കും, പിന്നെ പച്ചവെള്ളം കൊടുക്കും, പിന്നെ കറവ നേരമാകും, പിന്നെ വൈകുന്നേരം ഉച്ച കഴിയുമ്പോൾ വീണ്ടും അത് തന്നെ. അത് കഴിഞ്ഞ് വൈകുന്നേരം അവർ കിടന്നോളും. വൈകുന്നേരം കിടന്നോളും. പിന്നെ രാവിലെ 3:30. പിന്നെ രാവിലെ നമ്മള് ചെല്ലുമ്പോഴേക്ക് എണീറ്റ് നിൽക്കും. സമയം അറിയാം. ഒരു സമയത്ത് നമ്മൾ അങ്ങനെ ഉറങ്ങിപ്പോയി അവർ വിളിച്ചോളും. പിന്നെ ഇവയ്ക്ക് നേരത്തെ ബിജുവിന്റെ ഒക്കെ വീട്ടില് നാടനല്ലായിരുന്നോ? നാടൻ നേരെ പണ്ട് കാലത്തേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് മേടിച്ചു, ഇങ്ങനത്തെ മേടിക്കാൻ തുടങ്ങി. ഇങ്ങനത്തെ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ പാല് കൂടുതലുണ്ട്. നമ്മൾ അതാണ് ഉപജീവന മാർഗം എന്നുള്ളത് കൊണ്ട് അല്ലേ? പക്ഷെ നാടനാണെങ്കിൽ നമുക്ക് എത്ര നോട്ടം വേണ്ട, എവിടെയെങ്കിലും അസുഖവും വരില്ല, മഴ കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഇത് മഴയൊന്നും കൊള്ളാൻ പാടില്ല, കൂടുതൽ മഴയും പറ്റത്തില്ല, തണുപ്പും പാടില്ല. അതെ, മഴ ഈ വെയിലാണ് കൂടുതൽ, വെയിലാണ് പ്രശ്നം. മഴ കൊണ്ടാലും കുഴപ്പമില്ല, ചൂടാണ്. എല്ലാം ഓരോ ഇനമാണോ? ഓരോന്നോരോന്നാണോ? ജേഴ്സി ഓരോന്നോരോന്നാണോ? എല്ലാം അല്ലോ HF ആണ് കൂടുതൽ. HF ഉണ്ട്, കൂടുതലുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഈ ബ്രീഡിംഗ് ഒക്കെ നടത്തുമ്പോ വേറെ ഇനമല്ലേ നമ്മൾ ചെയ്യുന്നത്? അതോ ചിലപ്പോ വേറെ ആയിരിക്കും കുത്തിവെച്ച് കിട്ടുന്നത്. പശു കിടാവിനെ കൊടുക്കൂലേ? മിക്കത് പശുക്കിടാവിനെ വളർത്തി എടുക്കുവാണ്. കൊടുക്കില്ല, കൂടുതലും അവിടെ നിൽക്കുന്നത് വളർത്തി എടുക്കുന്നത്. കറവ പശുവിനെ വെള്ളം വാങ്ങിക്കാൻ ചെല്ലുമ്പോ ഭയങ്കര പാടാ, വിലയാണ്. അവര് പറയുന്ന അത്ര പാല് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് പിന്നെ പ്രായമാകുമ്പോഴാണ് കൊടുക്കും, ഒരുവിധം പ്രായമാകുമ്പോ. അപ്പൊ ഈ പശുവിനെ നമ്മള് പ്രായമായി കഴിഞ്ഞ് കൊടുക്കുമ്പോ നമ്മൾ അവരോട് ഭയങ്കര അടുപ്പാവും, വിഷമാകും എന്ന് പറയുന്നേക്കാം. അതെ, നമ്മള് ഒരുപാട് ഇണങ്ങി കഴിയുമ്പോ പിന്നെ കൊടുക്കുമ്പോ, അതായത് കുഞ്ഞ് ജനിച്ച കാലം തൊട്ട് കാണുന്നവരെയും വളർത്തി കൊണ്ടുവന്ന് പെട്ടെന്ന് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല കിടാക്കളെയൊക്കെ വളർത്തിയെടുക്കുക. പിന്നെ ഈ ആരോഗ്യമില്ലാതെ അങ്ങനെയൊക്കെ വരുന്നതിനാണ് കൊടുക്കുന്നത്. അത്രയൊക്കെ ഒന്നിച്ച് മരിച്ചപ്പോഴത്തേക്കായിരുന്നു വേദന ഉണ്ടായത്. ഒരേ സമയത്ത് നമ്മൾ രാവിലെ തൊഴുത്തി ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു പനി കഴിഞ്ഞുള്ള ആ ഒരു ടൈമില് ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോ ഞാൻ ആ സമയത്ത് ഉച്ചനെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞിട്ട് ചിലപ്പോ ആ മിക്ക ദിവസങ്ങളിലും കൂവ് കേട്ടായിരിക്കും ഞാൻ ഓടി തൊഴുത്തി ചെല്ലുന്നത്. അപ്പഴത്തേക്ക് ജീവനില്ലാത്ത പശുവിന്റെ കൂടി ഇരുന്ന് അതിനെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുന്ന ആ ഒരു സീനായിരിക്കും ഞാൻ ചെന്ന്. ദിവസം വരെയും വെള്ളം വരെയും തീറ്റി എല്ലാം കൊടുത്തിട്ട് രാവിലെ 3:30 എഴുന്നേറ്റ് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ തൊഴുത്തിൽ ജീവനില്ലാതെ കിടക്കുന്ന പശുവിനെ കാണുമ്പോ അന്നേരം ആകെ തകർന്ന് മാനസികമായിട്ട് ഒരുപാട് ഞങ്ങൾ തകർന്നു. അത് കഴിഞ്ഞപ്പോ വർഷങ്ങൾ ഇത്ര ആയല്ലോ, 2021-ലല്ലേ? അപ്പൊ ആ ഒരു ഘട്ടം വേദന ഇപ്പോഴും ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്. നമ്മളുമായിട്ട് ഞാനും അഴിച്ചു കെട്ടാനൊക്കെ പോകുന്നു. നമ്മള് ഇപ്പോഴാണ് റോഡ് വന്ന് ഒരുപാട് ഒരാളെ പിടിക്കാൻ, അങ്ങനെ 2 പേരുമായിട്ടാണ് ഞങ്ങൾ തൂക്കോളം കൊണ്ട് കെട്ടുന്നത്. അഴിക്കാൻ പോകുന്നത് ഞങ്ങൾ തമ്മിൽ. പക്ഷെ അത്രയും ഞാൻ പിടിച്ചാൽ പോലും ഒരു ബഹളം ഞാനുമായിട്ട് ഇടപഴകിയതായതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന്റെ കൂടെ വരും. നല്ല സ്നേഹമായിരുന്നു, അടുപ്പായിരുന്നു, നല്ല അടുപ്പം. അപ്പൊ നമുക്ക് അത്ര അടുപ്പമുള്ള നിങ്ങള് ജീവൻ പോയപ്പോഴത്തേക്ക് വല്ലാത്തൊരു, നമ്മുടെ വീട്ടിലെ അംഗങ്ങളെ പോലെ ആയല്ലോ. അത്രയും കൂടെ നേരം ഞങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ട്. അല്ല, ഇതും മനുഷ്യരെ പോലെ ആണെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഈ നാടൻ പശുവിനും അതുപോലെ തന്നെ വിദേശ പശുക്കൾക്കും ഒരു സ്നേഹമുണ്ട് അല്ലേ? നമ്മളെ കാണാതിരിക്കുമ്പോ കരയുകയും നമ്മളെ കാണുമ്പോ ഒരു സ്നേഹത്തിൽ ചേട്ടൻ ആ മിൽമയിൽ പോകുന്ന ടൈം അവിടുന്ന് പുറത്തോട്ട് വരുന്നുണ്ട്. ആ ടൈം കഴിയുമ്പോഴത്തേക്കും അവിടെ അമ്മ പറയുന്നത്, അമ്മ വീട്ടിലുണ്ടല്ലോ, അമ്മ പറയുന്നത് അപ്പൊ ഇവിടെ ആ സമയം കഴിയുമ്പോ ചിലപ്പോ ഞങ്ങളൊന്ന് കടയിൽ കയറി എന്തെങ്കിലും ഇച്ചിരി താമസിച്ചാൽ അവിടെ ബഹളം തുടങ്ങും. ഇന്നലെ അമ്മ ഇന്നലെയും പറയുന്നത് കേട്ടു, നിങ്ങൾ വരുന്ന നേരം കഴിഞ്ഞ് എനിക്ക് കൊടുത്താൽ മതി. ഇത്രയും പശു ഒരുമിച്ച് ബഹളം വെക്കുമ്പോ എന്തായിരിക്കും ഭയങ്കര. ഒരാള് തുടങ്ങി കൊടുത്താൽ ഈ എല്ലാരും പിന്നെ കൊച്ചതും വലുതും എല്ലാം കൂടെ അങ്ങോട്ട് ഒരു ബഹളമായിരുന്നു.
പിന്നെ ഈ ചേട്ടൻ വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഓരോരുത്തർ കണ്ടു കഴിയുമ്പോൾ ഓരോരുത്തർ നിർത്താം. പിന്നെ വീണ്ടും വെള്ളം കൊടുത്ത് അങ്ങനെ പിന്നെ തുടങ്ങി. പിന്നെ 10 മണി വരെ. പിന്നെ ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ റൊട്ടീൻ പണി എന്ന് പറഞ്ഞതാണ് അല്ലേ. നമുക്കിപ്പോ വേറെ ഒന്നും ചിന്തിക്കാനില്ല, ഈ പശുക്കള് മാത്രമാണ്. പിന്നെ ഇപ്പൊ ഈ ഉണക്കായ ചാണാൻ ഉണക്കി കൊടുക്കുന്നുണ്ട്, ചാണകപ്പൊടിയായിട്ട്. ഇതിന്റെ ചാണകത്തിനും നല്ല ആവശ്യക്കാരാണ് അല്ലേ. ചാണകപ്പൊടി നല്ല ചെലവുണ്ട്. ഉണങ്ങാത്തത് അംശം മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ ഈ പെട്ടെന്ന് നമ്മൾ ഉണക്കി കാൽത്തീറ്റ ചാക്കിനകത്ത് നിറച്ചു വെക്കും. അതൊരു വരുമാന മാർഗ്ഗമാണ്. നമുക്ക് പുല്ലൊക്കെ വാങ്ങാമല്ലോ. പുല്ല് വാങ്ങിയാൽ അത് നല്ലൊരു നമ്മൾ വളർത്തുന്നവരാർക്കായാലും അത് നമ്മള് പ്രയോജനമുള്ളവർ ആരിനി മുന്നോട്ട് വന്നാലും അവർക്കും ഒരു ഇത് നമ്മൾ ഉണക്കി കൊടുക്കുവാണെങ്കിൽ അതനുസരിച്ച് കൊണ്ടുപോയിക്കോളൂ. ആൾക്കാരുണ്ട് കൊണ്ടുപോകാൻ. ഈ ഉണങ്ങി കിട്ടേണ്ട ഒരു താമസം മാത്രമാണ്. ഉണങ്ങുന്ന ഒരു പ്രശ്നത്തിലേ ഉള്ളൂ, സ്മെല്ലൊക്കെ വരുള്ളൂ. ഉണങ്ങി കഴിഞ്ഞ ഒരു പ്രശ്നം. പിന്നെ ഇപ്പൊ വെയിലുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല, മഴയത്താണ് പ്രശ്നം വരുന്നത്. കടയൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ഞങ്ങള് വെളുപ്പിനെ ഇളക്കണം. വെയിലുറച്ച് കടകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇളക്കി കഴിഞ്ഞാൽ കടക്കാർക്ക് ഭയങ്കര. അപ്പോ ഏതായാലും കുട്ടനാട് FM റേഡിയോയുടെ സ്റ്റുഡിയോയിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ നിഷയും ബിജു ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് വളരെയധികം സന്തോഷം. അപ്പൊ ഇനിയും മേൽ അതിന് കൂടുതൽ ഉയർച്ച ഉണ്ടാവട്ടെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വരാം നിങ്ങളുടെ പശുക്കളുടെ വിവരങ്ങളൊക്കെ അറിയാനായിട്ട്. അപ്പൊ കൂടുതൽ സന്തോഷകരമായിട്ട് വിജയിച്ച ഒരു വാർത്തയുമായിട്ട് വേണം ഇനി വരാനായിട്ട്. അപ്പൊ സന്തോഷം. മക്കളെക്കാൾ പ്രിയങ്കരമായി തങ്ങൾ വളർത്തിയ പശുക്കൾ അസുഖം മൂലം മരിച്ചപ്പോൾ തകർന്നുപോയ ബിജുവും നിഷയും പക്ഷെ തങ്ങളുടെ ഉപജീവന മാർഗമായി കണ്ട പശു വളർത്തൽ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. കൂടുതൽ പശുക്കളെ വാങ്ങണമെന്ന ആഗ്രഹം സ്ഥലപരിമിതി എന്ന അവസ്ഥയിൽ തട്ടി നിൽക്കുകയാണ്. എങ്കിലും തങ്ങൾ താലോലിച്ചു വളർത്തുന്ന പശുക്കളെ വളർത്തി മുന്നോട്ടു പോകാൻ തന്നെയാണ് ബിജുവിന്റെയും നിഷയുടെയും തീരുമാനം. ആലപ്പുഴ തൂക്കുകുളത്തുള്ള പശു കർഷകനായ ബിജുവിന്റെയും ഭാര്യ നിഷയുടെയും വർത്തമാനമാണ് കുട്ടനാട് FM 90.0 ശ്രോതാക്കൾ